ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പപ്പായ മെഴുക്കുരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കടലെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ ഇത് മൂന്നും ഓരോ ദിവസങ്ങളിൽ ഓരോന്നും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇന്നിതാ ഇവിടെ കടലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉഴുന്ന്, ഒരു സ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനായി 1 സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 സ്പൂൺ പെപ്പർ തന്നെയാണ് നല്ലത്. ഇപ്പോൾ 1 സ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ ഞാൻ തന്നെ പൊടിച്ചതാണ്. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ, അതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. ഞാൻ അതിൻ്റെ വീഡിയോ പിന്നെ ഇട്ട് തരുന്നതാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ശ്രദ്ധിച്ചൊഴിക്കണം, കൂടാൻ പാടില്ല. ഇത് അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയില്ലേ, അതുപോലെ തന്നെയാണ്. കൊച്ചു കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ കമൻസും എനിക്ക് ആവശ്യമാണ്. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താം. അങ്ങനെ ഇവിടെ നമ്മുടെ പപ്പായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല മണവുമാണ്. Thank you for watching my video till the end. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. വീണ്ടും മറ്റൊരു വിഭവമായി കാണും വരെ ബൈ ഫോർ നൗ.